നമ്മൾ ഇന്ന് പ്രവാചകൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഒന്നും കാണാൻ കഴിയില്ല, ഒന്നുമില്ല. ഇന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടോ അതൊന്നുമില്ല. റസൂലുള്ളാഹ് ജീവിച്ചു നബിയായിട്ട് 23 കൊല്ലം. നബി ജനിച്ചിട്ടില്ലല്ലോ. നബി അല്ലല്ലോ ജനിച്ചത്. 40-ാമത്തെ വയസ്സിലല്ലേ നബുവത്ത് കിട്ടിയത്. 40-ാമത്തെ വയസ്സിലേ നബി ആയിട്ടുള്ളൂ. ആലോചിക്കണം. നബിദിനം, നബി ജനിച്ച ദിനം, നബി ജനിച്ചിട്ടില്ല. നബിയായത് 40-ാമത്തെ വയസ്സിലാ. 23 കൊല്ല നബിയായിട്ട് ജീവിച്ചത്. അപ്പോൾ നബിയായത് 40-ാമത്തെ വയസ്സിൽ 23 കൊല്ലം ജീവിച്ചു. റബീഉൽ അവ്വലിലാണ് നബി പിറന്നത് എന്നതിന് പ്രബലമായ ഒരു അഭിപ്രായമില്ല. മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, പ്രബലമാണ്, സംശയമില്ല, തർക്കമില്ല. എന്നാൽ ജനിച്ചതിൽ പ്രബലമായ ഒരു അഭിപ്രായമില്ല. അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി? എന്തെങ്കിലും റബീഉൽ അവ്വലോട് അനുബന്ധിച്ച് നബി ഒരു സദക്ക കൊടുത്തത് എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വേല കേട്ടണോ? റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്ക കൊടുക്കാൻ കൽപ്പിച്ചു, കൂടുതൽ ഒരു തസ്ബീഹ് ചൊല്ലി, കൂടുതൽ സ്വലാത്ത് ചൊല്ലി റബീഉൽ അവ്വലിൽ ഉണ്ടോ? എവിടെയും കാണാൻ കഴിയില്ല, ഒരാൾക്കും കാണാൻ കഴിയില്ല. നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടുമില്ല, ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവിച്ച സ്വഹാബത്ത് 4 ഖലീഫമാർ, അവരല്ലേ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നമ്പർ 4 അവരാണ്. 30 കൊല്ലം ഭരണം നടത്തി. ഇവിടെയില്ല. ചരിത്രം വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, 2 ഭാര്യമാരെ റസൂൽ ജീവിച്ചിരിക്കും, മരിച്ചിട്ടുള്ളൂ. മറ്റുള്ള ഭാര്യമാരൊക്കെ ഒരുപാട് വർഷം ജീവിച്ചവരാ, വർഷങ്ങളോളം ജീവിച്ചവരാ. അവരൊക്കെ നബിയെ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പക്ഷെ അവരാരും ഇത്തരം കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടില്ല. അപ്പോൾ നബി ജനിച്ച ദിവസം പറയാം, മാസമോ മാസത്തിലെ ഡേറ്റോ പറയണ്ട, ദിവസം പറയാം. അതായത് തിങ്കളാഴ്ചയാണ്. എല്ലാ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണോ? അല്ലല്ലോ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം അതൊരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നബിയായിട്ട് വരുന്ന, പ്രവാചകനായി മാറാൻ പോകുന്ന, അള്ളാഹു തിരഞ്ഞെടുക്കാൻ പോകുന്ന റസൂലുള്ളാഹ്. അപ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട്. അതിനെന്ത് ചെയ്യണം? തോരണം കെട്ടാനല്ല, വയറുനിറ ഭക്ഷണം കഴിക്കാനല്ല. ഞാൻ ജനിച്ച ദിനം അന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞത്. നോമ്പ് നോൽക്കണം, തീർന്നിട്ടില്ല. അതിൻ്റെ ബാക്കി ഞാൻ പ്രവാചകനായി നിയോഗിച്ചതും തിങ്കളാഴ്ചയാണ്. അതിൻ്റെ ബാക്കി എനിക്ക് ഖുർആൻ ഇറക്കപ്പെട്ടതും തിങ്കളാഴ്ചയാണ്, വഹി ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് അത് നോമ്പ് അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞത്. അതല്ലാതെ ഭക്ഷണം വിളമ്പി ആഘോഷിച്ച് ഘോഷയാത്ര നടത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെയൊക്കെ പാനീയം കൊടുത്ത് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് വയർ നിറക്കാൻ പറഞ്ഞിട്ടില്ല. നബി ജനിച്ച ദിനം തിങ്കളാഴ്ചയാണ്, അന്ന് നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് സുന്നത്ത്.